വിനീഷ്യസ് ജൂനിയർ പ്രീമിയർ ലീഗിൽ കളിക്കുമോ? ആഴ്സണലിൻ്റെ ഓഫർ ഏറ്റെടുത്ത് വിനി വന്നാൽ ഗണ്ണേഴ്സിൻ്റെ അറ്റാക്കിംഗ് സൈഡ് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒഡേഗാർഡ്, സുബിമെൻഡി, ഡക്കലൻ റൈസ്, ഹാവർട്സ്, ബുക്കായോ സാക്ക, വിനീഷ്യസ് ജൂനിയർ. ജസ്റ്റ് വൗ. രണ്ട് ദിവസമായി ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് വിനിയുടെ ട്രാൻസ്ഫർ തന്നെയാണ്. ഉറപ്പായിട്ടില്ല, തള്ളിക്കളയാനും പറ്റില്ല. വരുന്ന ജനുവരിയിൽ റയൽ മാഡ്രിഡുമായുള്ള വിനീഷ്യസിൻ്റെ കരാർ തീരും. ബ്രസീലിയൻ സൂപ്പർ താരം ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ക്ലബ്ബും അതിന് മുൻകൈ എടുത്തിട്ടില്ല. റയലുമായി വിനി പുതിയ സാലറി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൈ ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അതിങ്ങനെയാണ്: സീസണിൽ 30 മില്യൺ യൂറോ ഗ്രോസ് സാലറി ആക്കണം, 15 മില്യൺ ലോയൽറ്റി ബോണസായി നൽകണം. ഇത് രണ്ടിനോടും റയൽ ഓക്കെ പറഞ്ഞിട്ടില്ല. വിനിയുടെ ഡിമാൻഡ് ഏകദേശം എംബാപ്പയുടെ സാലറിക്ക് അടുത്തു വരും. വിനീഷ്യസിൻ്റെ ഏജൻറ്റുമായി റയൽ മാഡ്രിഡ് ഈ ആഴ്ച ചർച്ച നടത്തുന്നുണ്ട്. ലോങ് ടൈം കരാർ തന്നെയാണ് ക്ലബിൻ്റെ ലക്ഷ്യം. വിനിയെ ടീമിൽ നിലനിർത്തണമെന്ന് തന്നെയാണ് ഹോസെ മൊറീനിയോയുടെ ആഗ്രഹവും. കരാർ അടുത്ത വർഷം അവസാനിക്കുമെന്നിരിക്കെ വിനിയെ ഫ്രീ ട്രാൻസ്ഫറായി നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിനി തുടർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വിൽക്കുന്നത് തന്നെയാകും റയലിന് നല്ലത്. ജർമ്മൻ ക്ലബ് ലീപ്സിഗിൽ നിന്ന് യാൻ ഡിയോമെൻ്റെയെ ടീമിലെത്തിക്കാനുള്ള റയലിൻ്റെ നീക്കവും വിനീഷ്യസ് പുനരാലോചിക്കുന്നുണ്ടാകും. ഫ്രഞ്ച് ക്ലബ് PSG പിന്മാറിയതോടെ ഈ ആഴ്ച തന്നെ ഡിയാമെൻ്റെയുടെ സൈനിങ് പൂർത്തിയാക്കി റയൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. 135 മില്യൺ പൗണ്ടിൻ്റെ റെക്കോർഡ് തുകയ്ക്കാണ് റയൽ ധാരണയിലെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജൂഡ് ബെല്ലിംഗാമിനെയും ഈഡൻ ഹസാർഡിനെയും കൊണ്ടുവന്നതിനേക്കാൾ വലിയ ട്രാൻസ്ഫറിനാകും ഐവറി കോസ്റ്റ് വിങ്ങർ ലോസ് ബ്ലാങ്കോസിൽ കളിക്കുക. ലിവർപൂളും ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും അടക്കം ഡിയോമെൻ്റെയിൽ ആദ്യം താൽപ്പര്യം കാണിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെയും ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ഓഫർ നിരസിച്ച് ഡിയോമെൻ്റ റയൽ മാഡ്രിഡാണ് തിരഞ്ഞെടുത്തത്. 2 സീസണായി കിരീടം പോലുമില്ലെങ്കിലും ആ ക്ലബിൻ്റെ ലെഗസി എന്തെന്ന് ഡിയോമെൻ്റയെ ആരും പഠിപ്പിക്കേണ്ടല്ലോ. ഐവറി കോസ്റ്റ് താരത്തെ നഷ്ടമായതോടെ മൊണോക്കോയുടെ മാഗ്നസ് അക്ലീഷയ്ക്കായുള്ള ശ്രമങ്ങൾ PSG തുടങ്ങിയിട്ടുണ്ട്. ലിവർപൂളും കണ്ണുവെച്ച താരമാണ് അക്ലീഷെ. ബാക്ക് ടു വിനീഷ്യസ്. 2018 തൻ്റെ 18ാം വയസ്സിലാണ് വിനി റയലിലെത്തുന്നത്. തുടർന്ന് സ്പാനിഷ് പമ്പന്മാർക്കായി 375 മത്സരങ്ങളിൽ നിന്ന് 128 ഗോളുകൾ നേടുകയും UCL ഉൾപ്പെടെ 14 ട്രോഫികൾ സ്വന്തമാക്കുകയും ചെയ്തു. ലെഫ്റ്റ് വിങ് ഒന്നുകൂടി മൂർച്ച കൂട്ടാനുണ്ട് ആഴ്സണലിന്. മോർഗൻ റോജേഴ്സിനെ ചെൽസി റാഞ്ചിയതോടെ വിനിയേക്കാൾ പറ്റിയ ഓപ്ഷൻ നിലവിലില്ല. വിനിക്ക് കൂടി താല്പര്യം ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കൂടി വരുന്നതോടെ ഈ ഡീൽ നടന്നാൽ ഗണ്ണേഴ്സ് ഡബിൾ സ്ട്രോങ് ആകും. വിനീഷ്യസിൻ്റെ സാലറി ആഴ്സണലിന് താങ്ങാനാകുമോ എന്നതാണ് ചിലരെങ്കിലും നോക്കുന്നത്. സ്പാനിഷ് ഫുട്ബോൾ എക്സ്പെർട്ട് ടെറി ഗിബ്സിൻ്റെ കണക്ക് പ്രകാരം സീസണിൽ 15 മില്യൺ യൂറോയാണ് വിനീഷ്യസിൻ്റെ ശമ്പളം. 20 മില്യൺ റയൽ ഓഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ 30 മില്യൺ യൂറോയാണ് വിനീഷ്യസ് നിലവിൽ ആവശ്യപ്പെടുന്നത്. അതായത് നികുതി മാറ്റി നിർത്തിയാൽ ആഴ്ചയിൽ 5,55,000 യൂറോ. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 5,12 ലക്ഷത്തിന് മുകളിൽ. അങ്ങനെയെങ്കിൽ ആഴ്ചയിൽ 4 ലക്ഷം പൗണ്ട് വരെ വാങ്ങുന്ന ബുക്കായോ സാക്കയെ മറികടന്ന് ആഴ്സണലിലെത്തുന്നതോടെ വിനീഷ്യസ് ക്ലബിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന താരമായി മാറും. 130 മില്യൺ മുകളിലൊരു തുകയ്ക്കായിരിക്കും വിൽക്കുകയാണെങ്കിൽ റയൽ ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സീസണിൽ അലക്സാണ്ടർ ഇസാക്ക് ന്യൂകാസിലിൽ നിന്ന് ലിവർപൂളിലേക്ക് മാറിയപ്പോൾ കുറിച്ച 125 മില്യൺ പൗണ്ടിൻ്റെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് വിനി മറികടക്കും. അല്ലെങ്കിലും സമ്മറിലൊരു ക്ലബ് ട്രാൻസ്ഫർ ഫീ നൽകി താരത്തെ വാങ്ങുന്നതിനേക്കാൾ ഫ്രീ ട്രാൻസ്ഫറായി അടുത്ത വർഷം മാറുന്നത് വിനീഷ്യസിൻ്റെ ശമ്പളത്തിൽ വലിയ നേട്ടമുണ്ടാക്കും. പ്രീമിയർ ലീഗ് ജേതാക്കളായ UCL റണ്ണറപ്പായ ഗണ്ണേഴ്സിന് വിനിയുമായി കരാർ ഒപ്പിടാൻ കഴിഞ്ഞാൽ അത് കളത്തിൽ മാത്രമല്ല വാണിജ്യരംഗത്തും വലിയ ഉണർവാകും. ലാറ്റിൻ അമേരിക്കയ്ക്ക് പുറമെ ഇന്ത്യ പോലെ വലിയ മാർക്കറ്റ് രാജ്യങ്ങളിലും ക്ലബിൻ്റെ മൂല്യമുയരും. വ്യക്തിപരമായ കാര്യങ്ങളും വിനീഷ്യസ് മുന്നിൽ കാണുന്നുണ്ടാകും. കഴിഞ്ഞ സീസണിൽ മൗറിഞ്ഞോയുടെ ബെൻഫിക്ക മിഡ്ഫീൽഡർ ജിയാൻലൂക്ക പ്രസ്റ്റിയാനിയിൽ നിന്ന് വിനീഷ്യസ് ജൂനിയറിന് വംശീയാധിക്ഷേപം നേരിടേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. എങ്കിലും മൗറിഞ്ഞോയുമായി വിനിക്ക് നല്ല ബന്ധമാണുള്ളത്. പക്ഷേ ആ സംഭവവും റയൽ ഡ്രസ്സിംഗ് റൂമിലെ പടലപ്പിണക്കങ്ങളും കൂട്ടയടിയുമെല്ലാം വിനിക്ക് മാറ്റി ചിന്തിക്കാൻ കാരണമാകാനും സാധ്യതയുണ്ട്. ആഴ്സണലിലേക്ക് പോയാൽ ഹീറോയിക് വെൽക്കം തന്നെയാകും വിനിക്ക് ലഭിക്കുക. എന്തായാലും ഗണ്ണേഴ്സ് EPL ചാമ്പ്യൻസാണ്. കിരീടം നിലനിർത്താനൊരുങ്ങി തന്നെയാണ് മൈക്കൽ അർട്ടേറ്റ ഗണ്ണേഴ്സിനെ ഒരുക്കുന്നതും. റയലിൽ എത്രയൊക്കെ പറഞ്ഞാലും ആദ്യ പന്ത് പോവുക എംബാപ്പയിലേക്ക് തന്നെയായിരിക്കും. ആഴ്സണലിൽ എത്തുകയാണെങ്കിൽ വിനിക്ക് അക്കാര്യത്തിലൊരു പരിഗണന കിട്ടും. ക്ലബിനൊപ്പം ലീഗിലും UCLലും കാര്യമായ പെർഫോമൻസ് വന്നാൽ ബാലൻഡിയോർ അടക്കമുള്ള ഇൻഡിവിജ്വൽ നേട്ടങ്ങളും വിനിക്ക് സ്വപ്നം കാണാം. എന്തായാലും പ്രീമിയർ ലീഗ് ആരാധകർ കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ആഴ്സണലിൻ്റെ എതിരാളികളടക്കം വിനിയുടെ EPL ആട്ടത്തിനായി.